ഈ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇതേപോലെ മൂവ് ചെയ്യുന്ന ഒരു അടിപൊളി ഫ്ലാഗ് ഉണ്ടാക്കാനായിട്ട് പഠിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് ഈ ഒരു സൈസിലുള്ള പേപ്പർ എടുക്കുന്നുണ്ട്. ഇത് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഏത് സൈസിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ശേഷം നമ്മുടെ ഫ്ലാഗിന്റെ താഴത്ത് വരുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിൽ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ കളർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലാഗ് ഉണ്ടാക്കാം. ഒരു പേപ്പർ എടുത്തിട്ട് ഫ്ലാഗിന്റെ ഔട്ട്ലൈൻ വരച്ച ശേഷം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലാഗിന്റെ കളർ എല്ലാം കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രാഫ്റ്റ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ എടുത്ത പേപ്പർ ഉണ്ടല്ലോ, അതിന്റെ താഴത്തെ മുകളിലായിട്ട് 2 ഹോൾ ഇട്ട് കൊടുക്കണം. അത് നമുക്ക് അതിന്റെ ഉള്ളിലൂടെ ഒരു നൂലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഫ്ലാഗ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഹോൾ ഇട്ട ശേഷം അതിന്റെ ഉള്ളിലൂടെ നമ്മുടെ നൂല് ബാക്കിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിൽ രണ്ടും കൂടി ഇന്ന് കെട്ടി കൊടുക്കാം കേട്ടോ. ഇന്ന് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാഗിന്റെ ഇത്രയും വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡിലായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ നൂലിന്റെ കെട്ടിന്റെ ഭാഗം മുകളിലായി വെച്ച ശേഷം അതിന്റെ ഓപ്പോസിറ്റ് താഴ്ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്ലാഗ് ഉണ്ടല്ലോ, അത് ഈ ഒരു ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. പിന്നീട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് താഴത്തെ ഗ്രൗണ്ടും കുറച്ച് ബുഷസും ഫ്ലവേഴ്സ് എല്ലാം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ നമ്മുടെ ആർട്ടിസ്റ്റ് ബിനീഷ് എന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിലെ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇപ്പം ഇത്രയും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ താഴത്തെല്ലാം ചെയ്യുന്നത്. ഇനി ആ നൂലിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് പിടിച്ചിട്ട് താഴോട്ട് വലിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലാഗ് നേരെ താഴോട്ട് വരുന്നുണ്ടായിരിക്കും. അവർ കെട്ടിന്റെ മുകൾ സൈഡിൽ പിടിച്ചിട്ട് താഴോട്ട് വലിക്കുന്ന സമയത്ത് ഫ്ലാഗ് താഴെ നിന്ന് മുകളിലോട്ട് വരുന്നുണ്ടായിരിക്കും കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. താഴ്ഭാഗത്ത് പിടിച്ച് വലിക്കുമ്പോൾ സമയത്ത് ഇതേപോലെ താഴോട്ട് വരും, മുകളിൽ പിടിച്ചിട്ട് താഴോട്ട് വലിക്കുന്ന സമയത്ത് ഇതേപോലെ മുകളിലോട്ട് വരും കേട്ടോ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആണ്, കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ആർട്ട് ക്ലാസിന്റെയും ക്രാഫ്റ്റ് ക്ലാസിന്റെ അഡ്മിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനിൽ ജോയിൻ ചെയ്തിട്ട് ആർട്ട് പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇപ്പൊ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ.